Hi all, this is Abhay from Prepwise. Plus 2 ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT, അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Hi all, CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19th ടേം ഓഫ് ദി AP 1074 അങ്ങനെ പോവാണ് ആ ഒരു AP. അതിന്റെ 19th ടേം ആണ് ചോദിക്കുന്നത്. 19th ടേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം A plus 18D ആയിരിക്കും അല്ലെ. അപ്പൊ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എത്രയാണ്? 10 ആണ്. 10 plus 18 into ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? -3 ആണ്. ഓക്കെ, -3 ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് കൊടുക്കേണ്ടത്, അവിടെ +3 കൊടുക്കരുത്. ഓക്കെ, 10 plus 18 into 3. ഓക്കെ, 18 into 3 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരുന്നത്? 54 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവിടെ -54 അല്ലേ വരാം, -3 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ -54 plus 10 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് -44 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സാമിനേഷൻ ദി മാർക്ക് ഓഫ് 6 boys ആർ 49, 59, 87, 37, അതുപോലെ തന്നെ 78, 57 റെസ്പെക്റ്റീവ്ലി. ദി ആവറേജ് മാർക്സ് ഓഫ് ഓൾ ദ 6 boys ആർ. അപ്പോൾ ഇങ്ങനെ ആവറേജ് കാണാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്ച്വൽ ആയിട്ടൊരു വേണ്ടി നമുക്ക് നോർമലി എന്ത് ചെയ്താൽ മതി? എല്ലാതും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 6 ആളെ മാർക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 6 കൊണ്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതല്ലാതെ ഇതിൽ ഏറ്റവും ചെറിയ ടേം ഏതാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഏറ്റവും ചെറിയ ടേം ഇവിടെ 37 ആണ്. അപ്പോൾ ഓരോ ടേമും 37നേക്കാളും എത്ര കൂടുതൽ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഓൾമോസ്റ്റ് 11 കൂടുതലുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 22 കൂടുതലുണ്ട്. ഇവിടെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 50 കൂടുതലുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 41 കൂടുതലുണ്ട് അല്ലെ, 41 കൂടുതലുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 20 കൂടുതലുണ്ട്. ഓക്കെ, ഇത് ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റേത് ചിലപ്പോൾ വലിയ ടേംസ് ആയിരിക്കും, അത് ആഡ് ചെയ്യുന്നതിലും പകരം ചിലപ്പോൾ ചില കേസുകളിൽ എന്ത് ചെയ്യാണ് ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ 10 + 20 30, 30ഉം 50 80 ആയി, 120 140. ഓക്കെ, 140 പ്ലസ് 1 2 3 ഓക്കെ 4. ഓക്കെ, 144 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, 144 ഡിവൈഡഡ് ബൈ 6 ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് പോകും. 20 24 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ എന്താ ചെയ്താൽ മതി? ഈ ചെറിയ ആവറേജിലേക്ക് 37ലേക്ക് 24 കൂട്ടിയതായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ആവറേജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 116. ദാറ്റ് മീൻസ് ഇവിടെ 11 വന്നു, 1 ഇവിടെ 1 കൊടുത്തു, 61 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിനെല്ലാം കൂടി സം എടുത്തിട്ട് ഡിവൈഡ് ബൈ 6 ചെയ്ത് നോക്കുക. 61 തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റെക്ടാങ്കുലർ പാർക്ക് ഈസ് 45 meter ലോങ് ആൻഡ് 30 meter വൈഡ്. അപ്പൊ ജസ്റ്റ് നോക്കാം. 45 meter ലോങ് അതുപോലെ തന്നെ 30 meter വിഡ്ത്ത്. ഓക്കെ, a 2.5 meter wide path is constructed all along outside of the park. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഔട്ട്സൈഡിൽ ജസ്റ്റ് വേറൊരു പാത്ത് മേക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും 2.5 ഉണ്ടാവും, ഇവിടെയും 2.5 ഉണ്ടാവും, ഇവിടെയും 2.5 ഉണ്ടാവും, ഇവിടെയും 2.5 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നത് ദ ഏരിയ ഓഫ് ദ പാത്ത്, ഈ ഒരു പാത്തിന്റെ ഏരിയ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഒരു വലിയ ട്രയാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 45 പ്ലസ് ഇവിടെയും 2.5 കൂടുന്നുണ്ട്, ഇവിടെയും 2.5 കൂടുന്നുണ്ട്. അപ്പൊ 45 പ്ലസ് 2.5 പ്ലസ് 2.5 ദാറ്റ് മീൻസ് 50 ആണ്. 50 ഇൻറ്റു ബ്രെഡ്ത്തിലും അതേപോലെ തന്നെ 5 ഇൻക്രീസ് ആവും. അപ്പൊ 30 ആണുള്ളത്, അത് 35 മാറും. 35 മൈനസ് നോർമലി ഉള്ള റെക്ടാങ്കുലർ പാർക്കിന്റെ ഏരിയ എത്രയാന്നുള്ളത് നോക്കാം. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവില്ലേ? ഓക്കെ, 45 into 30 ആണ്. അങ്ങനെയാണെങ്കിൽ 5 into 35 എന്ന് പറയുന്നത് എത്രയാ? 175 ആണ്. അതിലേക്ക് ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മൈനസ് 45 into 30 എന്ന് പറയുന്നത് എത്രയാണ്? 45 into 3 എന്ന് പറയുന്നത് 135 ആണ്. 135 ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി എത്ര വരുന്നുണ്ട്? 400 meter² ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് സർട്ടൈൻ ഡാറ്റ ആർ 13.3 and 13.5 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് മോഡ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. അപ്പൊ മോഡാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പൊ മോഡ് ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ 3 into മീഡിയൻ. അപ്പോൾ ഇവിടെ മീഡിയൻ എത്ര വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. 13.5 ആണ്. ഓക്കെ, 13.5 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 40.5 ആണ്. മൈനസ് 2 into മീൻ. മീൻ എത്രയാണ്? 13.3 ആണ്. അതിന്റെ into 2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 26.6 വന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുന്ന സമയത്ത് 40.5 മൈനസ് 26.6 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് 13.9 ഇവിടെ നിന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമിത് ക്യാൻ ഡു എ ടാസ്ക് ഇൻ 10 days and Banu can do the same task in 40 days. In how many days will the task completed if they work together? അപ്പോൾ AB by A plus B ചെയ്താൽ മതി. 10 into 40 divided by 10 plus 40 ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ 400 divided by 50 ഓക്കെ. 40 divided by 5 is equal to 8 വരും. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ 2 8 ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A man was allotted a work for 30 days on the condition that he would get paid 10 per day as wage if he reports for the work, and if he remains absent he would have to pay 2 rupees as penalty for the day. അതായത് ഒരാളോട് ഒരു കരാർ വെച്ചു. അതായത് 30 ദിവസത്തെ കരാറാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വർക്കിന് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 10 രൂപ കൊടുക്കും. ഇനി അദ്ദേഹം അന്ന് വർക്കിന് വന്നില്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് ഒരു പേ ആയിട്ട് അല്ലെങ്കിൽ ഒരു പെനാൽറ്റി ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? ഒരു 2 രൂപ തരണം. അദ്ദേഹത്തിന് നഷ്ടമാണ്. നമ്മളെ മെയിൻ എക്സാമിനേഷൻസ് ഒക്കെ നടക്കില്ലേ? ഇപ്പൊ CUET എക്സാമ്പിൾ ആയിട്ട് എടുത്തോ, അവിടെ നെഗറ്റീവ് മാർക്കിംഗ് സംവിധാനം അല്ലേ? സെയിം കാര്യമാണ്. നിങ്ങൾ കറക്റ്റ് ആൻസർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മാർക്ക് പോകും. ആ ഒരു സംവിധാനം തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അൾട്ടിമേറ്റ്ലി ഹി ഗോട്ട് 216. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് CUET 216 മാർക്ക് ലഭിച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഫോർ ഹൗ മെനി ഡേയ്സ് ഹി റിമെയിൻ ആബ്സെന്റ്, എത്ര ദിവസം അദ്ദേഹം ആബ്സെന്റ് ആയി എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹം X ഡേയ്സ് വന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, വിചാരിച്ചോ. അദ്ദേഹം Y ഡേയ്സ് ആബ്സെന്റ് ആയി എന്ന് വിചാരിച്ചോ. X plus Y ടോട്ടൽ ഡേയ്സ് എത്രയാണ്? നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 30 ഡേയ്സ് കരാറാണെന്നുള്ളത്. ഇസ് ഈക്വൽ ടു 30 ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് 10x. ഓക്കെ, 10x എന്ന് പറയുമ്പോൾ അദ്ദേഹം വന്നിട്ടുള്ള ഓരോ ദിവസത്തിനും അദ്ദേഹം 10 രൂപ കിട്ടും. മൈനസ് അദ്ദേഹം വരാത്ത ഓരോ ദിവസത്തിനും അദ്ദേഹം 2 രൂപ പോകും. ദാറ്റ് മീൻസ് 2y ഈക്വൽ ടു അദ്ദേഹത്തിന് ഇവൻച്വലി കിട്ടിയത് 216 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ക്വസ്റ്റിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2x into 2y ഈക്വൽ ടു ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 60 വരും. ഓക്കെ. ഈ ഒരു ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് പ്ലസ് ചെയ്യാണ്. 10 plus 2 ഓൾമോസ്റ്റ് എത്ര വരാം? 12 ആണ്. 12x ഇത് രണ്ടും പ്ലസ് ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ആയി പോകും. ഓക്കെ. 276 വരും. അങ്ങനെയാണെങ്കിൽ x is equal to 276 divided by 12. 276 divided by 12 നോക്കാം. ഇവിടെ 2 വന്നു. 2 into 12 24 ആണ്. ബാക്കി 36 വന്നു. 36 divided by 12 3 ആണ്. ദാറ്റ് മീൻസ് 23 ദിവസം അയാൾ വന്നു. ബാക്കി 7 ദിവസം അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? വന്നിട്ടുണ്ടാവില്ല. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി 7 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അല്ലെ? എക്സിന്റെ വാല്യൂ നമുക്ക് 23 കിട്ടി. അങ്ങനെയാണെങ്കിൽ y കാണാൻ വേണ്ടിയിട്ട് 30ൽ നിന്ന് എക്സിന്റെ വാല്യൂ കുറച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The area of triangle is 9y centimeter square. Find the value of 9 if its area is equal to area of an equilateral triangle having side 6 centimeter. അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3/4 a സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ a വാല്യൂ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് √3/4 a സ്ക്വയർ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36 ആണ്. ഓക്കെ, ഇൻറ്റു 36 ആണ്. ഈസ് ഈക്വൽ ടു ഏതാണ്? ഈ ഒരു നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 9y ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 36ഉം അതുപോലെ തന്നെ 9ഉം ഞാൻ കട്ട് ചെയ്യാണ്. ഇവിടെ എത്ര വരും? 4 വരും. ഈ ഒരു 4ഉം 4ഉം കട്ട് ചെയ്തു. y ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? √3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കറക്റ്റ് ആൻസർ ടു എ ക്വസ്റ്റ്യൻ ഈസ് x/12. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ആയി കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് x/12 ആണ്. If the probability of not getting the correct answer is 2/3. ഓക്കെ, അപ്പോ കറക്റ്റ് ആൻസർ അല്ലാതെ, അതായത് കറക്റ്റ് ആൻസർ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കാം. x/12ഉം അതുപോലെ തന്നെ 2/3 ആണ്. 2/3 ഞാൻ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറയാണ്? ഇവിടെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12ന് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഞാൻ എന്ത് ചെയ്യാം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ x/12ഉം അതുപോലെ തന്നെ 8/12 എനിക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടാനുള്ള പ്രോബബിലിറ്റി പ്ലസ് എന്റെ കറക്റ്റ് അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം അല്ലെ? അതായത് x/12 പ്ലസ് 8/12 ഈക്വൽ ടു എത്ര കിട്ടണം? 1. 1 മീൻസ് 12/12 ആണ്. ഞാൻ വോൾ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? 12നെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇവിടെ 12 ആണ് കേട്ടോ. 12നെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. അങ്ങനെയാണെങ്കിൽ x is equal to 12 minus 8 is equal to 4 വരും. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ 3 4 ആയിരിക്കും ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ 10 meter long 4 meter height 24 centimeter thick wall is to be built using bricks having dimensions 25 centimeter into 12 centimeter into 8 centimeter. Number of the bricks required. അപ്പോൾ അവിടെ ആ ഒരു വാളിന്റെ വോളിയം കാണാൻ ഡിവൈഡഡ് ബൈ ബ്രിക്കിന്റെ വോളിയം എടുക്കുക. പക്ഷെ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ യൂണിറ്റ്സ് മാത്രമാണ്, ബാക്കി ഒരു ടിസ്റ്റും ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവിടെ മീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. എന്താ ചെയ്യുക? അത് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ മീറ്ററിലാണ് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. 10 × 100 എന്ന് പറയുമ്പോൾ ഇവിടെ 1000 സെന്റിമീറ്റർ ആയി.
ഓക്കെ 1000 സെന്റിമീറ്റർ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഇവിടെ 4 മീറ്റർ എന്ന് പറയുമ്പോൾ 400 സെന്റിമീറ്റർ ആണ് ഇൻറ്റു 24 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 12 ഇൻറ്റു 8. ഓക്കെ 8 ഞാൻ ആദ്യം കട്ട് ചെയ്തു, 24 8 ഇവിടെ 3 വന്നു. ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇവിടെ 3 കട്ട് ചെയ്തു, ഇവിടെ 4 വന്നു. ഓക്കെ നെക്സ്റ്റ് ഞാൻ 4 കട്ട് ചെയ്തു, ഇവിടെ 100 വന്നു. ഓക്കെ 100 ഞാൻ 25 വെച്ച് കട്ട് ചെയ്തു, ഓൾമോസ്റ്റ് എത്ര വന്നു 4 വന്നു. 4 ഇൻറ്റു 1000 ഈക്വൽ ടു 4000 ആയിരിക്കും എൻ്റെ, അല്ലെങ്കിൽ 4000 ആണ് നമ്പർ ഓഫ് ബ്രിക്സ് അവിടെ എനിക്ക് വേണ്ടി വരിക ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു വാള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. ദ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ AP ഈസ് 56. ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, അതിന്റെ ആദ്യത്തെ ടേം എന്താണ്? A ആണ്. രണ്ടാമത്തെ ടേം എന്താണ്? A പ്ലസ് D ആണ്. മൂന്നാമത്തെ ടേമോ A പ്ലസ് 2D ആണ്. നാലാമത്തെ ടേമോ A പ്ലസ് 3D ആണ്. ഓക്കെ അപ്പൊ ഇതിന്റെ നാലിന്റെയും കൂടി സമ്മ് A പ്ലസ് A പ്ലസ് A പ്ലസ് A, ദാറ്റ് മീൻസ് 4A പ്ലസ് D പ്ലസ് 2D 3D ആണ്. 3D പ്ലസ് 3D മൊത്തം 6D ആണ്, ഈസ് ഈക്വൽ ടു 56. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദി സം ഓഫ് ഇറ്റ്സ് ലാസ്റ്റ് 4 ടേംസ്, ലാസ്റ്റ് 4 ടേംസിന്റെ സം എന്ന് പറയുന്നത് 112 ആണ്. അപ്പൊ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എത്രാമത്തെ ടേം ആണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. ലാസ്റ്റത്തെ ഒരു 4 ടേം ഉണ്ട്, അതിന്റെ സം എന്ന് പറയുന്നത് 112 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ്സ് ഫസ്റ്റ് ടേം ഈസ് 11 then find the number of terms. ഫസ്റ്റ് ടേം 11 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം 11 ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലാസ്റ്റ് 4 ടേമിന്റെ സം നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോ എന്റെ വാല്യൂ എത്രയാണ്? 11 ആണ്. അപ്പോൾ 4 ഇൻറ്റു 11 പ്ലസ് 6D is equal to 56. അപ്പോൾ 4 ഇൻറ്റു 11 44 ആണ്, പ്ലസ് 6D is equal to 56. 6D is equal to 12. D is equal to 2. അപ്പൊ എന്റെ വാല്യൂ ഫസ്റ്റ് ടൈം ഓൾറെഡി 11 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് ഇപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? 2 ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും ടേം മുതൽ ഏതെങ്കിലും ടേം വരെയുള്ള സമ്മ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ ഞാൻ ലാസ്റ്റത്തെ 4 ടേമിനെ മാത്രം കൺസിഡർ ചെയ്യാണ്. ലാസ്റ്റത്തെ 4 ടേം ഏതൊക്കെയെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടേം x ആക്കിയിട്ട് എടുക്കാണ്. രണ്ടാമത്തെ ടേം ആ ലാസ്റ്റത്തെ 4 ടേം ആണ് കേട്ടോ. ഫസ്റ്റ് ടേം x ആക്കിയിട്ട് എടുക്കാണ്. രണ്ടാമത്തെ ടേം x പ്ലസ് D ആയിരിക്കും. മൂന്നാമത്തെ ടേം x പ്ലസ് 2D ആയിരിക്കും. നാലാമത്തെ ടേം x പ്ലസ് 3D ആയിരിക്കും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ലാസ്റ്റത്തെ 4 ടേംസ് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ x പ്ലസ് D, x പ്ലസ് 2D, x പ്ലസ് 3D ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് ടേം ഏതാണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ? x പ്ലസ് 3D ആണ്. ഈ x പ്ലസ് 3D എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇതിന്റെ പരിപാടി തീർന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ. അപ്പൊ ഇതിന്റെ നാലെണ്ണത്തിന് സമയം നോക്ക്. x പ്ലസ് x പ്ലസ് x പ്ലസ് x, ദാറ്റ് മീൻസ് 4x പ്ലസ് D പ്ലസ് 2D പ്ലസ് 3D, ദാറ്റ് മീൻസ് 6D ഈസ് ഈക്വൽ ടു എത്രയാണ് സമയം കൊടുത്തിട്ടുള്ളത്? 112 ആണ്. D നമുക്ക് ഓൾറെഡി അറിയാം 2 ആണ്. ദാറ്റ് മീൻസ് 4x 6 ഇൻറ്റു 2 12 ആണ്, ഈസ് ഈക്വൽ ടു 112 മൈനസ് 12, ദാറ്റ് മീൻസ് 100. ഓക്കെ x ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 4 25 വന്നു. ഓക്കെ എക്സിന്റെ വാല്യൂ 25 വന്നു. അങ്ങനെയാണെങ്കിൽ x പ്ലസ് 3D എന്ന് പറയുന്നത് 25 പ്ലസ് 3D 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6 ആണ്, ദാറ്റ് മീൻസ് 31. അപ്പോ 31 എത്രാമത്തെ ടേം ആണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ജസ്റ്റ് നോക്കാം. A പ്ലസ് A എന്ന് പറയുന്നത് 11 ആണ്. 11 പ്ലസ് n മൈനസ് 1 ഇൻറ്റു D എത്രയാണ്? 2 ആണ്, ഈസ് ഈക്വൽ ടു 31. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എത്രാമത്തെ ടേം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ n-ന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോ 2n മൈനസ് 2 ഈസ് ഈക്വൽ ടു 20. 2n is equal to 22. അങ്ങനെയാണെങ്കിൽ n is equal to 11. ഇതൊരു 11ാമത്തെ ടേം അല്ലെങ്കിൽ 11 ടേം ആണ് മൊത്തമായിട്ട് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഉള്ളത് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അപ്പോൾ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.